ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അണ്ടർടോണ് ഏതൊക്കെയാണ്, എങ്ങനെ അത് കണ്ടുപിടിക്കാമെന്നാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കളർ ഉണ്ട്. ഓക്കെ, പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ വെളുത്ത കളറാണ്, മീഡിയമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷേ നമ്മുടെ അണ്ടർടോൺ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് വാം, കൂൾ, ന്യൂട്രൽ, ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തൊരു കളറുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഈ അണ്ടർടോൺ എന്ന് പറയുന്നത്. ഈ അണ്ടർടോൺ വെച്ച് മാത്രമേ നമുക്ക് മെയിൻലി ഫൗണ്ടേഷന്റെ ഷെയ്ഡ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഡ്രസ്സ് എടുക്കാനായാലും ജ്വൽസ് എടുക്കാനായാലും ഈവൻ ഹെയറിന്റെ ഒരു കളർ നമ്മൾ ചെയ്യണമെങ്കിലും നമ്മൾ ഈ ഒരു അണ്ടർടോൺ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സ്യൂട്ട് ആവുന്ന ടൈപ്പ് ഓഫ് സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വാം അണ്ടർടോൺ ആണെന്ന് നമ്മൾ പറയും. അങ്ങനെയല്ല, ഏത് രാജ്യത്തായാലും ഇപ്പോൾ ഒരു നിറമുണ്ട്. ഇപ്പോൾ ഒരു വൈറ്റ് കളർ ഉണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഉണ്ട്. വൈറ്റ് കളറിൻ്റെതായിട്ടുള്ള വാമും കൂളും ന്യൂട്രലും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് കളർ ആയാലും ഇതേപോലെ തന്നെ ഒരു അണ്ടർടോൺസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അണ്ടർടോൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഒരു ചെറിയൊരു ഇൻട്രോ. ഇനി നമുക്ക് പല പല ടെസ്റ്റുകളിലൂടെയും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു അണ്ടർടോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെയിൻ ആണ് നമ്മുടെ സ്കിൻ ടോൺ എന്ന് പറയുന്നത്. സോ സ്കിൻ ടോൺ ആദ്യം അറിയാം, നെക്സ്റ്റ് നമ്മൾ അണ്ടർടോൺ അറിയാം. എന്നാൽ മാത്രമേ നമുക്കൊരു ഫൗണ്ടേഷന്റെ ഷെയ്ഡ് ആയാലും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ സ്കിൻ ടോൺ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, കാണാൻ പറ്റുന്നവർ കാണാം. നമുക്ക് ഓയിലി ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, ഡ്രൈ ഉണ്ട്, അങ്ങനെ പല പല സ്കിൻ ടോൺസ് ഉണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ പറ്റുവാണെങ്കിൽ കാണാം. ഇനി നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് നമ്മൾ കിടക്കാം. നമ്മൾ പോവാണ്, നമ്മളെങ്ങനെയാണ് നമ്മുടെ അണ്ടർടോണ് വീട്ടിൽ ഇരുന്ന് തന്നെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ടോണ് 3 രീതിയിലാണ്. വാം ഉണ്ടാവും, കൂൾ ഉണ്ടാവും, ന്യൂട്രൽ ഉണ്ടാവും. വാം അണ്ടർടോൺ ആണെങ്കിൽ നമ്മുടെ സ്കിന്ന് ചെറുതായിട്ടൊരു മഞ്ഞ കളർ, ഒരു പീച്ചിഷ്, ഒരു ഒലിവ്, ഈ ഒരു ടൈപ്പ് ഓഫ് കളർ ആയിരിക്കും. അതേപോലെ തന്നെ കൂൾ അണ്ടർടോൺ ആണെങ്കിൽ ചെറിയൊരു റെഡ്, പിന്നെ ചെറുതായിട്ടുള്ളൊരു നീല, ഇങ്ങനെ ആയിരിക്കും. ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണെങ്കിൽ നമ്മുടെ അണ്ടർടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് 3 കാറ്റഗറി. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൻ ടെസ്റ്റ് ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. ഡേ ലൈറ്റില് നമ്മുടെ കൈയുടെ ഇവിടെ ഒരു വെയിൻ ഉണ്ട്. ഈ ഒരു വെയിന് നന്നായിട്ടൊന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. എൻ്റെ വെയിൻ ഇവിടെ ഒരു ഇങ്ങനെ വെയിൻ ഒന്ന് പിടിച്ചു നോക്കുക. വെയിനിന്റെ കളറ് നോക്കിയിട്ടാണ് നമ്മൾ അണ്ടർടോൺ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വെയിൻ കൂടുതൽ ഒരു ഗ്രീൻ കളറാണ്, വെയിൻ ഗ്രീൻ കളർ ആയിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വാം അണ്ടർടോൺ ആണ്. ഇനി വെയിനിന്റെ കളറ് കുറച്ചൊരു നീല, ഒരു പർപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കൂൾ അണ്ടർടോൺ ആണ്. ഇത് രണ്ടുമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂട്രൽ അണ്ടർടോൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ വെയിൻ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു വെയിൻ ടെസ്റ്റ് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. കാര്യം ഡേ ലൈറ്റിൽ വെയിനൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മുടെ സ്കിൻ ടോൺ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ജ്വല്ലറി ടെസ്റ്റ്. 2 ജ്വൽസ് എടുക്കുക, ഗോൾഡ് ജ്വൽസും എടുക്കുക, സിൽവർ ജ്വൽസും എടുക്കുക. നിങ്ങൾക്ക് ഗോൾഡ് ജ്വൽസ് ആണ് കൂടുതൽ ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് വാം അണ്ടർടോൺ ആണ്. അതല്ല, നിങ്ങൾക്ക് സിൽവർ ആണ് ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂൾ അണ്ടർടോൺ ആണ്. ഇത് രണ്ടും ചേരുന്ന ഭാഗ്യവാന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രൽ അണ്ടർടോൺ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടെസ്റ്റും കൂടി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ ടോൺ നിങ്ങൾ അണ്ടർടോൺ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. നെക്സ്റ്റ് സൺ ടാൻ ടെസ്റ്റ് ആണ്. ഇത് നിങ്ങളൊന്ന് പുറത്തു പോയിട്ട് നിങ്ങൾ വരിക. ഓക്കെ, ഒന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫേസ് മൊത്തത്തിൽ ഒരു ടാൻ അടിച്ച് കറുത്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ അണ്ടർടോണ് വാം ആയിരിക്കും. അതല്ല, നിങ്ങൾക്ക് വന്നതിന് ശേഷം ഒന്ന് ചുമന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചൂടടിച്ച് ഒരു ബേൺ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങളത് കൂളായിരിക്കും. പക്ഷെ ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ന്യൂട്രൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിവാളിച്ചിട്ടും ചിലപ്പോൾ കരിവാളിക്കാം, ചിലപ്പോൾ റെഡ് കളർ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ന്യൂട്രൽ സ്കിൻ ടോൺ ആയിരിക്കും. ഈ സൺ ടാനിന്റെ കാര്യം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു 3 ടെസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ക്ലോത്ത് ടെസ്റ്റ് ആണ് നടത്താൻ വേണ്ടി പോകുന്നത്. അലമാരി ഇരിക്കുന്ന കുറച്ച് ക്ലോത്ത്സ് എടുക്കുക. അതിനകത്ത് റെഡ് കളർ വേണം, ഓറഞ്ച് വേണം, പിന്നെ യെല്ലോ,
യെല്ലോ കളർ എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഒരു സൈഡിൽ വെക്കുക, മറ്റേ സൈഡിൽ കൊബാൾട്ട് ബ്ലൂ, പർപ്പിൾ എടുക്കുക. എന്നിട്ട് വച്ച് നോക്കാം. അപ്പോൾ ഇപ്പുറത്ത് റെഡ് കളറാണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ ആണ് നിങ്ങൾക്ക് ചേരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വാം അണ്ടർടോൺ ആയിരിക്കും. അതല്ല കൊബാൾട്ട് ബ്ലൂ അല്ലെങ്കിൽ പേർപ്പിൾ ആണ് ചേരുന്നെങ്കിൽ നിങ്ങളുടെ അണ്ടർടോൺ കൂൾ ആയിരിക്കും. ഇത് രണ്ടും ചേരുന്ന ഭാഗ്യവാന്മാർ ന്യൂട്രൽ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ന്യൂട്രലുകാർക്ക് ഒരുപാട് നല്ല നല്ല സവിശേഷതകൾ, നിങ്ങൾക്ക് എന്തും സ്യൂട്ട് ആവും എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ന്യൂട്രൽ അണ്ടർടോൺ ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ടെസ്റ്റ് നോക്കിയാലോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ടൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഒരു വൈറ്റ് ക്ലോത്ത് എടുക്കുക, ഒരു ഓഫ് വൈറ്റ് എടുക്കുക. വൈറ്റ് ക്ലോത്ത് വെച്ച് നോക്കുമ്പോൾ വൈറ്റ് ആണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂൾ അണ്ടർടോൺ ആണ്. ഓഫ് വൈറ്റ് ആണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാം അണ്ടർടോൺ ആയിരിക്കും. ഇത് രണ്ടും ചേരുന്ന ഭാഗ്യവാന്മാരായിരിക്കും, ന്യൂട്രൽ അണ്ടർടോൺ ആയിരിക്കും. സോ വൈറ്റ് ക്ലോത്ത് വെച്ച് അങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാം. ഇനിയും ഒരു വൈറ്റ് ക്ലോത്ത് വെച്ച് നെക്സ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു വൈറ്റ് ക്ലോത്ത് എടുക്കുക, നിങ്ങളുടെ നെക്കിന്റെ താഴെ ഇങ്ങനെ വെച്ചിട്ട് മിററിൽ നോക്കുക. ആ വൈറ്റ് ക്ലോത്തിൽ നിങ്ങളുടെ റിഫ്ലക്ഷൻ, വൈറ്റ് ക്ലോത്തിന് നിങ്ങളുടെ ഫേസിൽ നിന്ന് വരുന്ന ഒരു റിഫ്ലക്ഷൻ ഞാൻ ഇനി പറയാൻ പോകുന്ന കളർ അനുസരിച്ച് നമുക്ക് വാമാണോ കൂളാണോ ന്യൂട്രൽ കണ്ടുപിടിക്കാം. ഓക്കെ, കാണുന്ന കളർ ഒരു മഞ്ഞ, പീച്ചിഷ്, ഒലിവ് കളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാം അണ്ടർടോൺ ആയിരിക്കും. ഇനി ആ ഒരു റിഫ്ലക്ഷൻ ബ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീല, ഭയങ്കര ഒരു നീല വരുമെന്നല്ല, ഒരു ചെറുതായിട്ടുള്ള ഒരു നീല, ഒരു ചെറുതായിട്ടുള്ള ഒരു റെഡ്, ഒരു തുടുത്ത കളറൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂൾ അണ്ടർടോൺ ആണ്. ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂട്രൽ അണ്ടർടോൺ ആയിരിക്കും. അപ്പോൾ വൈറ്റ് വെച്ചിട്ട് 2 ടെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ടെസ്റ്റാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചെവിയുടെ ഈ ബാക്ക് സൈഡില്, ആ ബാക്ക് സൈഡില് നമ്മുടെ നിറം വച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഒരു മഞ്ഞ കളർ പോലെയാണെങ്കിൽ വാമും, റെഡും ബ്ലൂ ആണെങ്കിൽ കൂൾ അണ്ടർടോൺ ആയിരിക്കും. എന്തൊന്നും നമ്മുടെ ചെവിയുടെ ബാക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൺലൈറ്റ് അങ്ങനെ അടിക്കത്തില്ല. കാരണം നമ്മുടെ തലമുടി, ഗേൾസ് ആകുമ്പോൾ കുറെ തലമുടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അധികം അങ്ങനെ ഇവിടുത്തെ അണ്ടർടോൺ നമുക്ക് ഒറിജിനൽ അണ്ടർടോൺ ആയിരിക്കും. ഇവിടുത്തെ കളറും ഇവിടുത്തെ കളറൊന്നുമല്ല. ഇവിടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അവിടുത്തെ കളർ എങ്ങനെയാണെന്ന് വച്ചിട്ട് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഐ തിങ്ക് അത് വേറൊരു സഹായം വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ണാടി നോക്കി ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ അണ്ടർടോൺ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. നിങ്ങളൊന്ന് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ, ഐ തിങ്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിക്കാനാണല്ലേ പാട്. ഫൗണ്ടേഷൻ ഏത് സെലക്ട് ചെയ്താൽ നമുക്ക് ഓക്കെ ആവും. കാര്യം ഈ ഫൗണ്ടേഷൻ ഒക്കെ ചില സമയത്ത് ഇരുന്നിരുന്ന് ഓക്സിഡൈസ് ഒക്കെ ആവും. ചിലപ്പോൾ വാങ്ങിക്കൊണ്ട് വരുന്ന ഫൗണ്ടേഷൻ ആയിരിക്കത്തില്ല നമ്മൾ പിന്നീട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ സ്കിൻ ടൈപ്പ് അറിയുക, പിന്നെ നമ്മുടെ സ്കിൻ ടോൺ അറിയുക. സ്കിൻ ടൈപ്പിന്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റ് ആയിട്ട് കാണാം. കാര്യം ഓയിലി ഏതാ, ഡ്രൈ ഏതാ, നോർമൽ ഏതാ, ഇതൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടും നമ്മുടെ ഫേസിൽ വർക്കാവില്ല. പിന്നെ അയ്യോ അവർ പറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ആയി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കൂ എന്ന് പറയുന്നത് ആ സ്കിന്നുള്ളവർ യൂസ് ചെയ്ത് നോക്കൂ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ, അതിൽ ചിലപ്പോൾ എടുത്തു പറയാം ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഓയിലി സ്കിന്നുകാരുടെ പ്രോഡക്റ്റ് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരിക്കലും വർക്കാവത്തില്ല. സോ അത് യൂസ് ചെയ്തില്ല, അങ്ങനെ നോക്കി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പിമ്പിൾസും ആക്നെയും പിമ്പിൾസും ഈ പറയുന്ന പോലെ കറുത്ത പാടുകളും ഒക്കെ പെട്ടെന്ന് വരാൻ നല്ല ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അണ്ടർടോൺ നോക്കി വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാം അണ്ടർടോണിലുള്ള ആള് കൂൾ അണ്ടർടോണിലുള്ള ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഥകളിക്ക് ഒരുങ്ങിയതുപോലെ ഇരിക്കും. അപ്പൊ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർടോൺ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. ഇനി ഈ അണ്ടർടോണിന്റെ വീഡിയോ നിങ്ങൾ കണ്ടുവെക്കുക. നെക്സ്റ്റ് വരുന്നത് ഫൗണ്ടേഷന്റെ ഷെയ്ഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിന് എല്ലാവർക്കും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.